ഓതിക്കൊണ്ട് കഴുത്തറുക്കുക എന്ന സമീപനമാണ് ബി.ജെ.പി. ക്രൈസ്തവ സമൂഹത്തോട് കാണിക്കുന്നതെന്ന് ഓർത്തഡോക്സ് സഭ തൃശൂർ ഭദ്രാസനാധിപൻ യൂഹനോൻ മാർ മിലിത്തിയോസ്. സ്വർണ്ണക്കിരീടം സമർപ്പിക്കുന്നതും കൊന്തയെണ്ണുന്നതുമെല്ലാം കാര്യസാധ്യത്തിനായുള്ള നടനം മാത്രമാണ്. പൈശാചികത വിളമ്പി സമൂഹത്തെ തകർക്കാനുള്ള ശ്രമം എന്നായിരുന്നു യാക്കോബായ സഭ നിരണം മുൻ ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർ കൂറിലോസിന്റെ പ്രതികരണം. ക്രിസ്മസ് ആഘോഷത്തിനെതിരെ ആവർത്തിക്കുന്ന ആക്രമണങ്ങളിൽ വിവിധ സഭാ നേതൃത്വങ്ങൾ വിമർശനവുമായി രംഗത്തെത്തി. ക്രിസ്മസ് ആഘോഷത്തിനെതിരെ പാലക്കാട് രണ്ടിടത്തുണ്ടായ ആക്രമണങ്ങളുടെ വാർത്ത പുറത്തു വന്ന സമയത്ത് തന്നെയായിരുന്നു ഡൽഹിയിലെ കത്തോലിക്ക ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ ക്രിസ്മസ് ആഘോഷത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തത്. മോദിയുടെ സന്ദർശനത്തെ വ്യംഗ്യത്തിൽ പരിഹസിച്ചാണ് ഇന്നലെ രാത്രി ഓർത്തഡോക്സ് സഭ തൃശൂർ ഭദ്രാസ മെത്രോപൊലിത്ത യുഹാനോൻ മാർ മിലിത്തിയോസ് ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതിയത്. അവിടെ മെത്രാന്മാരെ ആദരിക്കുന്നു, പുൽക്കൂട് വന്ദിക്കുന്നു, ഇവിടെ പുൽക്കൂട് നശിപ്പിക്കുന്നു. ഇത്തരം ശൈലിക്ക് മലയാളത്തിൽ എന്തോ പറയുമല്ലോ. ഇന്ന് ന്യൂസ് മലയാളത്തോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം എതിർപ്പ് വ്യംഗ്യമാക്കിയില്ല. RSSനും BJPക്കും കേന്ദ്ര സർക്കാരിനുമെതിരെ തുറന്ന വിമർശനം. ഓതിക്കൊണ്ട് കഴുത്തറക്കുന്ന പണിയാണ് BJP ക്രൈസ്തവ സമുദായത്തോട് ചെയ്യുന്നത്. നടപ്പാക്കാൻ ശ്രമിക്കുന്നത് വിചാരധാരയുടെ RSS അജണ്ടയാണ്. ഇത് അടിസ്ഥാനപരമായി RSSന്റെ ഒരു അജണ്ടയുടെ ഭാഗമാണ്. ഒരേ സമയത്ത് ഇവരെ പ്രീതിപ്പെടുത്തുന്നുവെന്ന് വരുത്തി തീർക്കുകയും അല്ലെങ്കിൽ അഭിനയിക്കുകയും അതേസമയം തന്നെ ഇല്ലാതെയാക്കുകയും ചെയ്യുക. ഈ ഊതിക്കൊണ്ട് കഴുത്തറക്കുന്നു എന്ന് പറയുന്ന ഒരു മലയാള പ്രയോഗമുണ്ട്. ഇതാണ് വാസ്തവത്തിൽ ഇവിടെ സംഭവിക്കുന്നത്. ഭാരതം സാഹോദര്യത്തിന്റെ നാടാണ്. ഇവിടെ RSSന് ലക്ഷ്യം കാണുക എളുപ്പമല്ല എന്നവർക്കറിയാം. അതുകൊണ്ട് ആദരിക്കുന്നു എന്ന് വരുത്തി തീർത്തുകൊണ്ട് പ്രാദേശിക തലത്തിൽ നശിപ്പിക്കാൻ നോക്കുകയാണ്. വിദേശ രാജ്യങ്ങളിലെ പ്രശ്നങ്ങളെക്കുറിച്ച് എല്ലാം പറയുന്ന പ്രധാനമന്ത്രിക്ക് മണിപ്പൂരിനെ പറ്റി മിണ്ടാട്ടമില്ലെന്നും തൃശൂർ ഭദ്രാസനാധിപൻ. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെയും നേരിട്ടുള്ള വിമർശനം. സ്വർണ്ണ കിരീടം മാതാവിന്റെ പ്രതിമയ്ക്ക് കൊണ്ടുവന്ന് വയ്ക്കുക, അല്ലെങ്കിൽ ആരാധനയ്ക്ക് പോയി കൊന്തയെണ്ണുക, അല്ലെങ്കിൽ ഓശാന പെരുന്നാളിന് കുരുത്തോലയുമായിട്ട് നിൽക്കുക. ഇതൊക്കെ നടനം എന്ന് പറയുന്നത് കാര്യസാധ്യത്തിന് വേണ്ടിയും കൂടെ ആകാം, ആളുകളെ ആഹ്ലാദിപ്പിക്കാൻ മാത്രമല്ല. അതാണ് ഞാൻ കാണുന്നത് ഈ കാര്യത്തിൽ. പൈശാചികത വിളമ്പി സമൂഹത്തെ തകർക്കാനുള്ള ശ്രമമാണിതെന്നായിരുന്നു യാക്കോബായ സഭ നിരണം മുൻ ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർ കൂറിലോസിന്റെ പ്രതികരണം. അടിസ്ഥാനപരമായി തിന്മയിലേക്കും പൈശാചികതയിലേക്കും പോകുന്നത് ദൈവ സ്നേഹത്തിനോ മനുഷ്യത്വത്തിന്റെ അംശത്തിനോ പ്രസക്തമായിട്ടുള്ളതല്ല. അത് ആരിൽ നിന്ന് വന്നാലും ഏത് ഭാവത്തിൽ വന്നാലും അത് പൈശാചികവും തിന്മ ഏറിയതുമാണ്. തത്തമംഗലം GUP സ്കൂളിലെ പുൽക്കൂട് തകർത്ത സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. പ്രധാന അധ്യാപകൻ തങ്കരാജ്, സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി പ്രസിഡന്റ് ഗോപിനാഥ് എന്നിവരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. സംഭവ സ്ഥലത്തു നിന്നും വിരലടയാളങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ചിറ്റൂർ മേഖലയിലെ തന്നെ നല്ലേപ്പിള്ളി ഗവൺമെന്റ് UP സ്കൂളിലെ ക്രിസ്മസ് ആഘോഷം നടക്കുമ്പോഴാണ് വിശ്വ ഹിന്ദു പരിഷത്ത് നേതാക്കളെത്തി അധ്യാപകരെ ഭീഷണിപ്പെടുത്തിയത്. രണ്ട് കേസും തമ്മിൽ ബന്ധമുണ്ടോ എന്നറിയാൻ നല്ലേപ്പിള്ളി കേസിൽ റിമാൻഡിൽ കഴിയുന്ന VHP പ്രവർത്തകരെ പോലീസ് ചോദ്യം ചെയ്യും. പുൽക്കൂട് ആക്രമിച്ച സംഭവത്തിൽ സർക്കാർ ശക്തമായ നടപടിയെടുക്കണമെന്ന് കോട്ടപ്പുറം രൂപത മെത്രാൻ അബ്രോസ് പുത്തൻവീട്ടിൽ ആവശ്യപ്പെട്ടു. ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മുടെ നാട്ടിൽ അങ്ങനെ നടക്കാൻ പാടില്ല. നമ്മുടെ രാജ്യത്തെ ആ ഒരുമിച്ചുള്ള ആ പ്ലൂരലിസവും നമ്മുടെ റിലീജിയസ് പ്ലൂരലിസവും ഒക്കെ അത് തന്നെയാണ് മഹത്തായ സംസ്കാരം. ജനാധിപത്യ മൂല്യം ഉൾക്കൊള്ളുന്ന ഒരു ഗവൺമെൻറ്റിനും അങ്ങനെ ചെയ്യാനായിട്ടോ അതിനോട് ചേർന്ന് നിൽക്കാൻ സാധിക്കില്ല. നടപടികൾ എടുക്കുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. പുൽക്കൂട് തകർത്തതോ ഒറ്റപ്പെട്ട സംഭവമായി കാണാനാകില്ലെന്ന് സിറോ മലബാർ സഭ പ്രതികരിച്ചു. ഇത്തരം സംഭവങ്ങൾ രാജ്യത്തിന്റെ മതേതരത്വത്തിന് വെല്ലുവിളിയാണ്. മതവിശ്വാസത്തെ അപരവിദ്വേഷത്തിന്റെ ഹേതുവായി മാറ്റാൻ സംഘപരിവാർ ശ്രമിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതാണ് ക്രിസ്മസ് ആഘോഷങ്ങൾക്കെതിരെ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. സംസ്കാര ശൂന്യർക്കെതിരെ ഒരുമിച്ച് നിൽക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. അതേസമയം തത്തമംഗലത്ത് പുൽക്കൂട് തകർത്ത സംഭവത്തിൽ BJPയും സമരത്തിനൊരുങ്ങുകയാണ്. പ്രതികളെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് ഇന്ന് വൈകിട്ട് തത്തമംഗലത്ത് BJP പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് മലയാളം, തൃശൂർ.